CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം ഭാഗം ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചാണ് ഉൾക്കൊള്ളുന്നത്. ഈ രണ്ടാം ഭാഗമായിട്ടുള്ള ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷത്തിൽ രണ്ടാം സെക്ഷനിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു. പാരഗ്രാഫ് 1210 മുതൽ 1284 വരെ. ഈ ടെക്സ്റ്റിലെ പേജ് 311 മുതൽ 326 ഉൾപ്പെടെയാണ് പഠനവിധേയമാക്കുന്നത്. ഈ ഭാഗത്ത് സഭയുടെ 7 കൂദാശകളിലേക്ക് പ്രവേശിക്കുന്നു. പ്രധാനമായും പ്രാരംഭ കൂദാശകളിലെ മാമുദിസയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. പ്രാരംഭ കൂദാശകൾ മാമുദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. മാമുദിസയിലൂടെ പുതിയതായി ജനിക്കുന്നു, സ്ഥൈര്യലേപനത്തിലൂടെ ശക്തരാക്കപ്പെടുന്നു, വിശുദ്ധ കുർബാനയിലൂടെ ശാശ്വത ജീവൻ്റെ ഭക്ഷണം സ്വീകരിക്കുന്നു. മാമുദിസയെപ്പറ്റി വിശദമായിട്ട് നാം തുടർന്ന് കാണുന്നത് 7 പോയിന്റുകളിലൂടെയാണ്. ഒന്നാമത്തെ പോയിന്റ്, ഈ മാമുദിസ എന്ന കൂദാശയെ എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മാമുദിസ പഴയ പുതിയ ഉടമ്പടിയിൽ എങ്ങനെ കാണുന്നു. മൂന്നാമതായിട്ട് മാമുദിസ എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു. നാലാമതായി മാമുദിസ ആർക്കൊക്കെയാണ് സ്വീകരിക്കാൻ കഴിയുക. അഞ്ചാമതായി മാമുദിസ ആർക്കൊക്കെയാണ് പരികർമ്മം ചെയ്യാൻ സാധിക്കുക. ആറാമതായി മാമുദിസയുടെ ആവശ്യകത. അവസാനത്തേതും 7ാമത്തേതുമായ പോയിന്റ്, മാമുദിസയുടെ കൃപാവരം എന്താണ്. ഇനി 7 പോയിന്റുകൾ നമ്മൾ വിശദമായിട്ട് കാണാൻ ആരംഭിക്കുന്നു. ഒന്നാമതായി മാമുദിസയെ എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പാരഗ്രാഫ് 1214 മുതൽ 1216 വരെയാണത് കാണുക. മാമുദിസ നിർവഹണത്തിലെ പ്രധാന അനുഷ്ഠാനമനുസരിച്ച് ജ്ഞാനസ്നാനം എന്ന് വിളിക്കുന്നു. സ്നാനപ്പെടുത്തുക എന്നത് മുക്കുക, ഉയർത്തുക എന്നതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പും അത് ലക്ഷ്യമാക്കുന്നു. തുടർന്നും വിവിധ നാമങ്ങൾ നമ്മൾ കാണുന്നു. പുനർജനനത്തിൻ്റെ ക്ഷാളനം, പരിശുദ്ധാത്മാവിലുള്ള നവീകരണം, ജ്ഞാനോദ്ദീപനം. മതബോധനപരമായ ഉപദേശത്താൽ പ്രകാശിതരാകുന്നവർ എന്നതിനെക്കുറിച്ചാണ് ജ്ഞാനോദ്ദീപനം ലക്ഷ്യം വയ്ക്കുക. ദാനമെന്ന് വിളിക്കുന്നത് സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്ക് ആണ് ജ്ഞാനസ്നാനം നൽകപ്പെടുന്നത്. കൃപാവരം എന്ന് വിളിക്കുന്നത് തെറ്റ് ചെയ്തവർക്ക് പോലും ഇത് നൽകപ്പെടുന്നു. മുദ്രയെന്ന് വിളിക്കുന്നത് കർത്തൃത്വത്തിൻ്റെ അടയാളമായിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, മാമുദിസയെ പഴയ പുതിയ ഉടമ്പടിയിൽ എങ്ങനെ കാണുന്നുവെന്നതാണ്. പാരഗ്രാഫ് 1217 മുതൽ 1228 വരെയാണിത് കാണുക. പഴയ ഉടമ്പടിയിൽ നോഹയുടെ പെട്ടകം, ചെങ്കടൽ കടന്ന പ്രവൃത്തി, ഇസ്രായേൽക്കാരുടെ വിമോചനം, യോർദാൻ നദി കടന്ന സംഭവം, ഇവയെല്ലാം മാമുദിസയുടെ പ്രതിരൂപമായി തീരുന്നു. തുടർന്ന് ക്രിസ്തുവിൻ്റെ മാമുദിസ കാണുകയാണ്. പഴയ ഉടമ്പടിയിലെ സകല പ്രതിരൂപങ്ങളും ക്രിസ്തുവിൽ സാക്ഷാത്കാരം കണ്ടെത്തുന്നുണ്ട്. മാമുദിസയ്ക്ക് ശേഷം യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നു. ക്രിസ്തു പെസഹായിൽ മാമുദിസയുടെ ഉറവിടം തുറന്നുകൊടുത്തു. പീഡാസഹനത്തെ താൻ മുങ്ങേണ്ട മാമുദിസയായാണ് ക്രിസ്തു കാണുന്നത്. വിലാവിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും മാമുദിസയുടെയും കുർബാനയുടെയും പ്രതിരൂപങ്ങളാണ്. സഭയിൽ മാമുദിസ നൽകുന്നത് കാണുന്നത് പെന്തക്കോസ്താ ദിനം മുതൽ സഭയിൽ മാമുദിസ ആരംഭിച്ചു. മാമുദിസ എപ്പോഴും വിശ്വാസത്തോട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, മാമുദിസയിലൂടെ വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുന്നു. പത്രോസ്ലീഹ പ്രഖ്യാപിക്കുന്നത് പാപമോചനത്തിനായി ക്രിസ്തുനാമത്തിൽ സ്നാനം സ്വീകരിക്കാനാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മാമുദിസ എങ്ങനെ ആഘോഷിക്കപ്പെടുന്നുവെന്നാണ്.
പാരഗ്രാഫ് 1229 മുതൽ 1245 വരെ. അപ്പസ്തോലിക കാലം മുതൽ ക്രൈസ്തവനായി തീരുക എന്നത് പല ഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഘടകങ്ങളാണ് വിശ്വാസ പ്രഖ്യാപനം, വചനപ്രഘോഷണം, മാമോദിസ, പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ, ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള സൗകര്യം. പൗരസ്ത്യ റീത്തിലും പാശ്ചാത്യ രീതിയിലുള്ള വ്യത്യസ്തങ്ങളാണ് നമ്മൾ തുടർന്ന് കാണുക. പൗരസ്ത്യ രീതിയിൽ മാമോദിസ, സ്ഥൈര്യലേപനം, ദിവ്യകാരുണ്യം പ്രാരംഭകർമ്മമായിട്ട് ശിശുക്കൾക്ക് നൽകുന്നു. ലത്തീൻ റീത്തിൽ പ്രാരംഭകർമ്മം പൂർത്തിയാകൽ പല വർഷത്തെ പരിശീലനം നൽകുന്നതിന് ശേഷമാണ് സ്ഥൈര്യലേപനവും ദിവ്യകാരുണ്യവും ഒക്കെ നൽകപ്പെടുന്നത്. ആഘോഷത്തിൻ്റെ ദിവ്യരഹസ്യ പ്രബോധനം കാണുന്നത് മാമോദിസയുടെ അർത്ഥവും കൃപാവരവും അനുഷ്ഠാന വിധികളിൽ വ്യക്തമാകുന്നതിലൂടെയാണ്. കുരിശിൻ്റെ അടയാളം, ദൈവവചനത്തിൻ്റെ പ്രഘോഷണം, മാമോദിസ ജലം, വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം തുടങ്ങിയവ ഇവിടെ കാണുന്നു. 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുമ്പോൾ മാമോദിസ ആർക്കൊക്കെയാണ് സ്വീകരിക്കാൻ കഴിയുക? പാരഗ്രാഫ് 1246 മുതൽ 1255 വരെയാണ് കാണുന്നത്. ഇതുവരെ മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് മാത്രമേ മാമോദിസ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. സ്വീകരിക്കാൻ പോരുന്നവരിൽ ആഭിമുഖ്യമുണ്ടാകണം. മുതിർന്നവരുടെ മാമോദിസയിലാണ് അങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ പരിശീലനം മാനസാന്തരത്തെയും വിശ്വാസത്തെയും പക്വതയിലേക്ക് നയിക്കുന്നതായിരിക്കണം. ക്രിസ്തുവിനോട് ഐക്യപ്പെടണം ഈ പരിശീലനത്തിലൂടെ. ശിശു മാമോദിസയിലൂടെ രക്ഷയുടെ കൃപാവരം തികച്ചും സൗജന്യദാനമാണെന്ന് പ്രകടമാക്കുന്നു. മാമോദിസ വിശ്വാസത്തിൻ്റെ കൂദാശയാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാവരും വിശ്വാസം അവർ ശിശുക്കളായാലും മുതിർന്നവരായാലും മാമോദിസയ്ക്ക് ശേഷം വളർത്തിക്കൊണ്ടുവരാൻ കടപ്പെട്ടവരാണ്. ഇതുകൊണ്ടാണ് ഈസ്റ്റർ സമയത്ത് മാമോദിസ വാഗ്ദാനങ്ങൾ എല്ലാ വർഷവും നമ്മൾ നവീകരിക്കുന്നത്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉറച്ച വിശ്വാസികളായിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 5ാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മാമോദിസ ആർക്കൊക്കെയാണ് പരികർമ്മം ചെയ്യാൻ സാധിക്കുക എന്നാണ് കാണുന്നത്. പാരഗ്രാഫ് 1256 ഇത് കാണും. സാധാരണ കാർമ്മികർ മെത്രാനും പുരോഹിതനുമാണ്. ലത്തീൻ സഭയിൽ ഡീക്കനും സാധാരണ കാർമ്മികൻ തന്നെയാണ്. അത്യാവശ്യ സന്ദർഭത്തിൽ ഏത് വ്യക്തിക്കും മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോലും അയാൾക്ക് ആവശ്യമായ നിയോഗമുണ്ടെങ്കിൽ ത്രിത്വനാമവാക്യം ഉപയോഗിച്ച് മാമോദിസ നൽകാം. ത്രിത്വനാമവാക്യം എന്ന് പറയുന്നത് ട്രിനിറ്റേറിയൻ ഫോർമുലയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസയ്ക്ക് നൽകപ്പെടുന്ന പേര് പറഞ്ഞ് ഈ വ്യക്തി മാമോദിസ മുക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ട്രിനിറ്റേറിയൻ ഫോർമുല. ആവശ്യമായ നിയോഗമുള്ളവർക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ആവശ്യമായ നിയോഗം? സഭ മാമോദിസ നൽകുമ്പോൾ ചെയ്യുന്നത് എന്തോ അത് ചെയ്യാൻ ആഗ്രഹിക്കുക എന്നതാണ്. 6ാമത്തെ പോയിന്റിലേക്ക് കടക്കുമ്പോൾ മാമോദിസയുടെ ആവശ്യകത എന്ത്? പാരഗ്രാഫ് 1257 മുതൽ 1261 വരെയാണ്. മാമോദിസ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കർത്താവ് തന്നെ ഊന്നി പറയുന്നു. ദൈവം രക്ഷയെ മാമോദിസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. രക്തത്താലുള്ള മാമോദിസയുണ്ട്, ആഗ്രഹത്താലുള്ള മാമോദിസയുണ്ട്. എന്താണ് രക്തത്താലുള്ള മാമോദിസ? മാമോദിസ സ്വീകരിക്കാതെ തന്നെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നവർ ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിനോട് കൂടെയുമുള്ള അവരുടെ മരണം വഴി മാമോദിസ സ്വീകരിക്കുന്നു എന്ന ഉറച്ച അവബോധം സഭയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആഗ്രഹത്താലുള്ള മാമോദിസ എന്താണ്? മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് മരണമടയുന്ന സ്നാനാർത്ഥികളെ സംബന്ധിച്ച് അത് സ്വീകരിക്കാനുള്ള അവരുടെ പ്രകടമായ ആഗ്രഹവും പാപങ്ങളെപ്പറ്റിയുള്ള അനുതാപവും ഉപവിയും കൂദാശകളിലൂടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ രക്ഷയെ അവർക്ക് ഉറപ്പുവരുത്തുന്നു എന്നതാണ്. 7ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള പോയിന്റ് മാമോദിസയുടെ കൃപാവരം എന്ത് എന്നതാണ്.
പാരഗ്രാഫ് 1262 മുതൽ 1284 വരെ ഇത് കാണുന്നു. മാമോദീസയുടെ പ്രധാനപ്പെട്ട 2 ഫലങ്ങളായിട്ട് പറയുന്നത് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിലുള്ള പുതിയ ജനനവുമാണ്. മാമോദീസയിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. മാമോദീസ ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹ അവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാക്കുന്നു. ഈ കൂദാശ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. ഈ കൂദാശ വഴി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രവാചക രാജകീയ ദൗത്യത്തിൽ ഭാഗവാക്കുകളാകുന്നു. മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് സഭയിൽ അവകാശങ്ങളുണ്ട്. അവയാണ് കൂദാശകൾ സ്വീകരിക്കുക, ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുക, മറ്റ് ആധ്യാത്മിക സഹായങ്ങളാൽ സംരക്ഷിക്കപ്പെടുക തുടങ്ങിയവ. മാമോദീസ എല്ലാ ക്രൈസ്തവരുമായി സംസർഗത്തിൻ്റെ അടിസ്ഥാനമിടുന്നു. പ്രത്യേക തരത്തിൽ കത്തോലിക്ക സഭയുമായി സംസർഗം സ്ഥാപിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാനുള്ള അവകാശം മാമോദീസ വഴി ലഭിക്കുന്നു. മാമോദീസ വഴി ക്രിസ്തുവിന് സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തുന്നു. മാമോദീസ എന്നേക്കുമായി ഒരിക്കൽ നൽകപ്പെടുന്നു, പിന്നീട് അത് ആവർത്തിക്കാൻ സാധിക്കുകയില്ല. ഈ 6-ാം എപ്പിസോഡിൽ പാരഗ്രാഫ് 1210 മുതൽ 1284 വരെയാണ് പ്രധാനമായും മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ് നാം പ്രതിപാദിച്ചത്. ഈ മാമോദീസയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള 7 പോയിന്റുകളിലൂടെയാണ് നാം കടന്നുപോയത്. ഈ ഭാഗം ഇതോടെ ഇവിടെ പൂർത്തിയാകുന്നു.